നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറച്ചിട്ട് പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി അധ്യാപകനെ വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സായാഹ്ന OP തുടങ്ങാൻ ആശുപത്രിയിൽ ചേർന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇതിനായി 2 ഡോക്ടർമാരെ താൽക്കാലികമായി ആശുപത്രിക്കകത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കാനും തീരുമാനം. അതേസമയം HMC യോഗം രഹസ്യമായാണ് ചേർന്നതെന്നും യോഗത്തിൽ BJP പ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായതെന്നും BJP കൗൺസിലർ A. സ്വരൂപ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച SFI പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറിച്ചിട്ട് പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ CJP നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് SFI ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസിനകലെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചെങ്കിലും ബാരിക്കേഡ് മറിച്ചിട്ട് SFI ജില്ലാ സെക്രട്ടറി അഭിഷേക് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മറികടന്നതോടെ സമരം കൂടുതൽ സംഘർഷാവത്തിലേക്ക് നീങ്ങി. ആയിരക്കണക്കിന് വരുന്ന SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന സ്ഥിതി വന്നതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് മറികടന്ന അഭിഷേകിനെ അറസ്റ്റ് ചെയ്തു മാറ്റിയെങ്കിലും അഭിഷേകിനെ വിട്ടുകിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് SFI സ്വീകരിച്ചതോടെ അഭിഷേകിനെ പോലീസ് തിരിച്ചെത്തിച്ചു. SFI സമരം ഏറ്റെടുത്താൽ 1 ഇഞ്ച് പിന്നോട്ട് പോയില്ലെന്നും വിദ്യാഭ്യാസമുണ്ടായിട്ടും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ത്യയിലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത SFI പ്രസിഡന്റ് KS അമൽ പറഞ്ഞു. ഇരിക്കുന്നത് ഞാൻ പ്രതീക്ഷയോട് വളർത്തിയ എന്റെ മകനാണ്. പക്ഷേ ഈ നീറ്റ് കുംഭകോണത്തിന്റെ ഭാഗമായി എപ്പോഴോ ജീവിതമൊന്ന് പതറിയെന്ന് തോന്നിയപ്പോൾ അവൻ എന്നോട് ചോദിക്കാതെ യാത്ര പറഞ്ഞു പോയി. അവന് വേണ്ടി ചോദ്യം ചോദിക്കാൻ 1000 സഹോദരന്മാർ ഇവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ പിതാവായി ഞാൻ ഈ സമരരംഗത്തിലേക്ക് വന്നെത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്റെ ഉത്തരവാദിത്തമെന്ന്. രാജ്യത്തെ സുപ്രധാന പരീക്ഷകളെല്ലാം ക്രമിക്കേണ്ട നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം അംഗീകരിക്കില്ലെന്നും അമൽ പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വിപിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണുപ്രിയ, ജില്ലാ സെക്രട്ടറി അഭിഷേക് എന്നിവർ സംസാരിച്ചു. സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ SFI മുൻ സംസ്ഥാന സെക്രട്ടറി R. ആർഷോ, DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുക, സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം എടുത്തുമാറ്റുക, സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കുക തുടങ്ങിയ 108 ആവശ്യങ്ങൾ ഉന്നയിച്ച അവകാശ പത്രിക SFI ജില്ലാ കമ്മിറ്റി കലക്ടർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി അധ്യാപകനെ വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. ഗവൺമെൻറ് HSSലെ സ്കൂളിൽ കായികാധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ തെളിവെടുപ്പ് നടത്തി. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയായി കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് B. മോഹൻകുമാർ, ഡോക്ടർ F. വിൽസൺ, KK ഷാജു എന്നിവർ അറിയിച്ചു. എന്തായാലും ഈ സ്കൂളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകപ്പെടുന്ന ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ വിദ്യാഭ്യാസം അത് യഥേഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരായി ചില അധ്യാപകരെങ്കിലും മാറേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കുട്ടികളുടെ സംവാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതിനാവശ്യമായ നിർദ്ദേശം ഞങ്ങളിപ്പോൾ അധ്യാപകരുടെ ആ മീറ്റിങ്ങിൽ ഞങ്ങൾ അവരെ അറിയിക്കും.
ഇവിടെ ഉണ്ടായ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനോട് അതിനകത്ത് റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷം തുടർ നടപടി എന്താണെന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് തീരുമാനിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സായാഹ്ന OP ആരംഭിക്കാൻ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇതിനായി 2 ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നും ആശുപത്രിക്കകത്ത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കാനും യോഗത്തിൽ തീരുമാനമായി. അതേസമയം HMC യോഗം രഹസ്യമായാണ് ചേരുന്നതെന്നും യോഗത്തിൽ BJP പ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായതെന്നും BJP കൗൺസിലർ A. സ്വരൂപ് ആരോപിച്ചു. ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ വസ്തുക്കൾ പ്ലാസ്റ്റിക് കവറിലാക്കി എത്തിക്കുന്നതിനും നിരോധനം ബാധകമാകും. ഡയാലിസിസ് യൂണിറ്റിന്റെ അറ്റകുറ്റപ്പണി അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കാൻ നഗരസഭാ എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡുകളിലേക്ക് ആവശ്യമായ ചലനോപകരണങ്ങൾ വാങ്ങാനും യോഗം അനുമതി നൽകി. താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളാൻ ആശുപത്രി സൂപ്രണ്ട് MS പത്മനാഭനെ ചുമതലപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ MLA, നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാമകൃഷ്ണൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീജുല, കൗൺസിലർ TP പ്രദീപ് കുമാർ, സൂപ്രണ്ട് MS പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. അതേസമയം രഹസ്യമായാണ് HMC യോഗം ചേർന്നതെന്നും യോഗത്തിൽ പങ്കെടുക്കേണ്ട ഞങ്ങളുടെ പ്രതിനിധിയെ അറിയിച്ചില്ലെന്നും നഗരസഭാ കൗൺസിലറും മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ A. സ്വരൂപ് ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ആശുപത്രിയിലെ CPIM പാർട്ടി ഓഫീസാക്കാൻ സമ്മതിക്കില്ലെന്നും സ്വരൂപ് പറഞ്ഞു. HMC യോഗം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഇതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതു സമ്മതരായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ടാണ് HMC യോഗം ചേരേണ്ടത്. എന്നാൽ ഇതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയോ മറ്റു HMC യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെയോ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യാതെ രഹസ്യമായിട്ടാണ് ഇന്നലെ ഒറ്റപ്പാലത്ത് HMC യോഗം ചേർന്നത്. ഇത് സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസല്ല. ഇത് പൊതുജനങ്ങളുടെ സ്വത്താണ്. ഇതിലൊരു കാര്യം നടക്കുമ്പോൾ, ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് പൊതുജനങ്ങളെ അറിയിപ്പിക്കേണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അറിയിക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇത്തരത്തിൽ ആരെയും അറിയിക്കാതെ രഹസ്യ യോഗം ചേർന്നതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ റെയിൽവേ ട്രാക്കിന് സമീപത്ത് കൂടി നടന്നു പോകുകയായിരുന്ന വയോധികൻ്റെ മൊബൈൽ ഫോൺ അജ്ഞാതൻ തട്ടിപ്പറിച്ചു. പാസ്വേഡ് പറഞ്ഞ് തന്നില്ലെങ്കിൽ കിണറ്റിൽ തള്ളിയിടുമെന്നും അജ്ഞാതൻ്റെ ഭീഷണി ഉയർന്നിരുന്നു. വയോധികൻ്റെ കയ്യിലുണ്ടായിരുന്ന 4000 രൂപയും ഇയാൾ കവർന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് സംഭവം. ഷൊർണൂർ റെയിൽവേ ട്രാക്കിന് സമീപം നടന്നു പോവുകയായിരുന്ന വയോധികനെ പിന്നാലെയെത്തി ആക്രമിച്ച അജ്ഞാത യുവാവ് പണവും മൊബൈൽ ഫോണും കവർന്നു. ഷൊർണൂർ നമ്പർത്ത് സീതപ്പറമ്പ് വീട്ടിൽ ബേബി അഗസ്റ്റിനാണ് അജ്ഞാതന്റെ മർദ്ദനമേറ്റത്. വയോധികന്റെ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ തട്ടിപ്പറിച്ച അജ്ഞാത യുവാവ് പിൻ നമ്പർ പറഞ്ഞു തന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് തള്ളിയിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ബഹളം വെച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടതായും ബേബി അഗസ്റ്റിൻ പോലീസിനോട് പറഞ്ഞു. ഷൊർണൂരിൽ നിന്നും റെയിൽവേ ട്രാക്കിന് അരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് സംഭവം. ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വയോധികൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രെയിൻ യാത്രയ്ക്കിടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറുടെ മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ബാഗ് കവർന്ന കേസിലെ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിൻ്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി 25-കാരൻ റാണ സർക്കാരിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതി റിമാൻഡിൽ. ഇക്കഴിഞ്ഞ 17 പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. രാജറാണി എക്സ്പ്രസിൽ കൊല്ലത്തു നിന്നും നിലമ്പൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന നിലമ്പൂർ കടവത്ത് വീട്ടിൽ ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ ദാസിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. ട്രെയിൻ യാത്രയ്ക്കിടെ ഉറങ്ങിപ്പോയ സച്ചിൻ ദാസ് നിലമ്പൂരിലെത്തി ട്രെയിൻ തിരിച്ചു പോകുന്ന സമയത്ത് മറ്റൊരു യാത്രക്കാരൻ വിളിച്ചുണർത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഉടനെ സച്ചിൻ ദാസ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി. SSLC, ഡിഗ്രി അടക്കമുള്ള സർട്ടിഫിക്കറ്റുകളും 60,000 രൂപ, 40,000 രൂപ വില വരുന്ന 2 മൊബൈൽ ഫോണുകളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. പാപ്പനംകോട് വെച്ച് വെസ്റ്റ് ബംഗാൾ സ്വദേശി 25-കാരൻ റാണ സർക്കാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 6 ദിവസം നീണ്ട അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെസ്റ്റ് ബംഗാളിലെ ബിൻപൂർ പോലീസ് സ്റ്റേഷനിൽ 2024 കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് കേസ് നിലവിലുണ്ട്. SI അനിൽ മാത്യു, അജിത്ത്, നിഷാദ്, RPFലെ SI ഷിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും മാത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ ഇരു പ്രകടനത്തിലും പങ്കാളികളായി. കുത്തന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന കാസിം, വൈസ് പ്രസിഡന്റ് ഗിരീഷ് ബാബു, കോൺഗ്രസ് നേതാക്കളായ ടി രാജൻ, എൻ സ്വാമിനാഥൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, കെ പി കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാത്തൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം DCC സെക്രട്ടറി PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. പിരാരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, ഇസ്മായിൽ, നാരായണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് പറയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C വിനയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാജൻ കോട്ടപ്പള്ളം, MV സഹദേവൻ, സുരേഷ് ബാബു കമ്പ, KN ആനന്ദജി, KR ബ്രിജേഷ് പ്രേം, PC മോഹനൻ, VC അനിൽകുമാർ, MV വിജയകുമാർ, ഫിറോസ് കാവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 23 ഞായറാഴ്ച ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ജലോത്സവ വള്ളംകളിയും മറ്റു ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ഈ സെവൻസ് ഫുട്ബോളൊക്കെ പോലെ നമുക്കിതിനും ടീമുണ്ട്. നമ്മൾ അവരെ ഏൽപ്പിച്ചാൽ അവരിവിടെ കൃത്യമായിട്ട് അത് വരും. അതിൻ്റെ ഉത്തരവാദിത്തോടുകൂടി ചെയ്യും. പൂക്കള മത്സരം കാലത്ത് 10 മണിക്ക് തുടങ്ങുക എന്നുള്ളതാണ് നിർദ്ദേശം. ഒരു 12 അതിൻ്റെ അറ്റ് എ ടൈം തന്നെ നമുക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട ഉറിയടി, കസാലക്കളി തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഇവിടുന്ന് വരുന്ന ആളുകളെ വെച്ച് നടത്താം ഒക്കെയാണ്. പിന്നെ ഓണത്തിന് മറ്റൊന്ന് ഓണത്തല്ല് എന്ന് പറഞ്ഞൊരു കലാരൂപം നമുക്കുണ്ട്. സത്യത്തിൽ ഇവിടെ ഞാൻ അറിയുന്ന ചെറുതുരുത്തിന് വലിയ ശക്തമായൊരു സ്ഥലമാണെന്നാണ്. ഇതറിയില്ലായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജനറൽ കൺവീനറുമായ ഷെയ്ഖ് അബ്ദുൾ ഖാദറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പിള്ളത്ത് പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭയിലെയും ഗ്രാമപഞ്ചായത്തിലെയും പ്രതിനിധികളും മറ്റു വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ചടങ്ങിൽ സംസാരിച്ചു. ക്ലബ്ബ് ഡയറക്ടർ ബോർഡ് അംഗം P മോഹനൻ സ്വാഗതവും നിള ബോട്ട് ക്ലബ്ബ് MD K ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു. 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. K രാധാകൃഷ്ണൻ MP, VK ശ്രീകണ്ഠൻ MPയും UR പ്രദീപ് MLA, ഷൊർണൂർ MLA മമ്മിക്കുട്ടി, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, മറ്റു നിരവധി ആളുകളും 101 അംഗ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരത് മസ്ദൂർ സംഘം BMS ഗണേശഗിരി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ BMS 71ാം സ്ഥാപന ദിനം സന്ദേശയോഗം നടത്തി. ഗണേശഗിരിയിൽ നടന്ന യോഗത്തിൽ PK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ കമ്മിറ്റി അംഗം C മധുസൂദനൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സുജീന്ദ്ര ബോസ്, പ്രതാപൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ PP സജിത്ത് നന്ദിയും പറഞ്ഞു. ഇതാണ് ദേശീയ ബോധമുള്ള തൊഴിലാളികരിച്ച വ്യവസായം. ഇങ്ങനെ 3 തത്വങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഭാരതീയ മസ്ദൂർ സംഘം പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് മറ്റ് യൂണിയനുകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും 6 പേര് കൂടിയിട്ട് രൂപം കൊടുക്കുകയും അങ്ങനെ 12 വർഷക്കാലത്തോളം ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ആണ് ഭാരതീയ മസ്ദൂർ സംഘം 12 വർഷത്തിന് ശേഷമാണ് ഒരു അഖിലേന്ത്യാ സമ്മേളനം നടത്തുകയും മറ്റുള്ള ഇതര യൂണിയനുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഘടന ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ദേശീയ ബോധമുള്ള തൊഴിലാളികളുടെ വ്യവസായവൽക്കൃത രാഷ്ട്രം എന്നുള്ള രീതിയിൽ അന്ന് മുദ്രാവാക്യം ഉന്നയിച്ച സമയത്ത് വെങ്കട്ജിയോടൊക്കെ ചോദിക്കുകയുണ്ടായി, ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇവിടെ പ്രവർത്തിക്കുക? അവർക്കാണെങ്കിൽ ഒരു യൂണിയൻ പോലുമില്ല, ഒരു യൂണിറ്റ് പോലുമില്ല. ഇങ്ങനത്തെ ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കും എന്ന് വെങ്കട്ജിയോട് പത്രക്കാരൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, അതൊക്കെ കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹിയിൽ സമരം ചെയ്യുന്ന CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം.
സമരത്തെ പ്രതിരോധിക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് SFI പ്രവർത്തകർ മറച്ചിട്ട് പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഞ്ചിക്കോട് സ്കൂളിലെ ശിക്ഷാ നടപടി അധ്യാപകനെ വീഴ്ച സംഭവിച്ചതായി ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മികവുറ്റ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. 6ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപകൻ ശിക്ഷിച്ച സംഭവം കുട്ടികളെ മാനസികമായും ശാരീരികമായും തളർത്തിയതായും ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സായാഹ്ന OP തുടങ്ങാൻ ആശുപത്രിയിൽ ചേർന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇതിനായി 2 ഡോക്ടർമാരെ താൽക്കാലികമായി ആശുപത്രിക്കകത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കാനും തീരുമാനം. അതേസമയം HMC യോഗം രഹസ്യമായാണ് ചേർന്നതെന്നും യോഗത്തിൽ BJP പ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായതെന്നും BJP കൗൺസിലർ A. സ്വരൂപ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.